Debate with Dr. Arun Kumar. രാഷ്ട്രീയ കൂടുമാറ്റം അത്ര പുതിയ കഥയൊന്നുമല്ല. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ആയാറാം ഗയാറാം പൊളിറ്റിക്സിൽ അതൊരു അപരാധമായി ആരും കണക്കാക്കുന്നുമില്ല. അതും കുതിരക്കച്ചവടത്തെ ചാണക്യതന്ത്രമെന്നും ഓപ്പറേഷൻ ലോട്ടസ് എന്നുമൊക്കെ ഓമന പേരിട്ട് സാധൂകരിക്കുന്ന ഇക്കാലത്ത്. എന്നാൽ കേരളത്തിൽ അടുത്തിടെയുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ മാറുന്ന രാഷ്ട്രീയ സ്വഭാവത്തിന്റെ സൂചനയാണോ? സംഘപരിവാർ ചേരിയിൽ നിന്നിറങ്ങി വന്ന സന്ദീപ് വാര്യരും കോൺഗ്രസ് പരിവാറിൽ നിന്നിറങ്ങി വന്ന സരിനും കമ്മ്യൂണിസ്റ്റ് ബന്ധം അറുത്തുമാറ്റിയ ബിബിനും പുതിയ പൊളിറ്റിക്കൽ ട്രെൻഡായി മാറുന്നുണ്ടോ? കൂടുമാറ്റക്കാലമോ എന്നാണ് ചോദ്യം. രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ ചർച്ചയാകുമ്പോഴാണ് ആലപ്പുഴയിലെ ഏരിയ സമ്മേളനങ്ങളിൽ ക്ഷണിക്കാതെ പോയ CPM നേതാവ് G. സുധാകരനെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സന്ദർശിക്കുന്നത്. സ്വാഭാവികമായും വാർത്തയാവും. G. സുധാകരന്റെ വസതിയിലായിരുന്നു വിവാദ കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണ് നടത്തിയതെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. ആരോഗ്യസ്ഥിതി അന്വേഷിക്കാനാണ് KC വേണുഗോപാൽ എത്തിയതെന്ന് G. സുധാകരനും പറഞ്ഞു. കോൺഗ്രസ് ആർക്കു മുന്നിലും വാതിലടച്ചിട്ടില്ലെന്നാണ് KPCC ജനറൽ സെക്രട്ടറി M. ലിജു റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അതൃപ്തർക്ക് സ്വാഗതമെന്ന് നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പ്രതികരിച്ചു. സൗഹൃദ സന്ദർശനം അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കായിരുന്നു പറഞ്ഞു. സൗഹൃദ സന്ദർശനം മാത്രം രാഷ്ട്രീയമായി ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട്. അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രയേ ഉള്ളൂ. K. സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമാനം പറയണ്ടേ? എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട്, പൊതുപ്രവർത്തകരില്ലേ? അതിനെന്താ സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ. ഞാൻ ഒന്നാമതേ ഇപ്പോൾ അധികമൊന്നും പ്രതികരിക്കാതെ പോലുമില്ല. അത് അയാൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക. എനിക്കെന്തിനും അസംതൃപ്തിയാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു. മനസ്സിലായോ? അതാ രാഷ്ട്രീയം. ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊന്നുമില്ലെങ്കിലും പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു. അതെന്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അർത്ഥത്തോട് വേറെ അർത്ഥമൊന്നുമില്ല. അല്ല, G. സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. CPIM-നെ ഒരു മാഫിയ സംഘം സംസ്ഥാന വ്യാപകമായി പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലും കണ്ണൂരിലുമെല്ലാം നാം കാണുന്നത് അതാണ്. അല്ല, അങ്ങനെ സ്വാഗതം ചെയ്യുന്നതല്ല പ്രശ്നം. അടിസ്ഥാനപരമായ നിലപാടുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു അപജയത്തിൻ്റെ നാളുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ആ ഒഴുക്ക് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ BJP-യെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പോൾ കാണുന്നത്. വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. ഇന്ന് OK വാസുവിനെ കണ്ണൂരിൽ പാനൂരിലെ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത ദിവസം കൂടിയാണ്. 2014 OK വാസു എന്ന RSSന്റെ കടുത്ത പ്രചാരകനും പ്രവർത്തകനുമായിരുന്ന BJP-യുടെ ഒരു സ്ട്രോങ് മാൻ ആയിരുന്ന OK വാസു CPM-ലേക്ക് ചേക്കേറുന്നത്. ആ OK വാസുവിനെ പിന്നീട് 2017 മലബാർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റാക്കിയിരുന്നു. ഇന്ന് OK വാസു പാനൂരിലെ ഏരിയ കമ്മിറ്റി അംഗമാണ്. BJP നേതാവായ RSS പ്രചാരകനും RSS പ്രവർത്തകനുമായ OK വാസുവിന് കണ്ണൂരിലെ പാനൂർ ഏരിയ കമ്മിറ്റിയിലാണ് അംഗത്വമുള്ളത്. സമീപകാലത്തെ കൂടുമാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കി വന്നാൽ KPCC സെക്രട്ടറി ആയിരുന്ന പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തിയത് ഇക്കഴിഞ്ഞ ലോക്സഭാ കാലത്താണ്. അത് കോൺഗ്രസിനെ ചെറുതൊന്നുമല്ല വലച്ചത്. വടകരയിൽ നിന്ന് പത്മജയുടെ സഹോദരൻ K. മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിനുമിടെ ഈ വലിയ മാറ്റം കാരണമായി എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ട മറ്റൊരു വലിയ രാഷ്ട്രീയ കൂടുമാറ്റം P. സരിൻ്റേതായിരുന്നു. KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറായിരുന്ന P. സരിൻ കോൺഗ്രസിന്റെ കുടുംബം വിട്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് LDF ക്യാമ്പിലേക്ക് എത്തുകയാണ്. CPM-ന്റെ AKG സെന്ററിലെത്തി അദ്ദേഹം പാർട്ടി ഷാൾ സ്വീകരിച്ചതോടുകൂടി പാർട്ടി അനുഭാവിയായി മാറി. ഇനി കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് നൽകും. അതിനുശേഷം പാർട്ടി മെമ്പറായി മാറുകയും ചെയ്യും കോൺഗ്രസിന്റെ സൈബർ സെല്ലിന്റെ ചുമതല വഹിച്ചിരുന്ന P. സരിൻ. സരിനു പിന്നാലെ പല മാറ്റങ്ങളും നമ്മൾ കോൺഗ്രസിൽ കണ്ടു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് BJP-യുടെ മുൻ സംസ്ഥാന സമിതി അംഗം സ്പോക്ക് പേഴ്സണുമായ സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ BJP വിട്ട് വെറുപ്പിന്റെ കടയും വെറുപ്പിന്റെ ഫാക്ടറിയും വിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ എത്തി എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്.
പക്ഷെ അപ്പോഴും സന്ദീപ് വാര്യരുടെ അമ്മയുടെ ആഗ്രഹം പോലെ RSSന് ഒരു ഓഫീസ് തുടങ്ങാൻ ആവശ്യമായ സ്ഥലം സന്ദീപ് വാര്യർ തൻ്റെ അമ്മയുടെ സ്വത്തിൽ കണ്ടുവച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ആഗ്രഹമാണ് എന്നതാണ് സന്ദീപ് വാര്യരുടെ ഭാഷ്യം. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി AK ഷാനിബാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വിട്ടുപോന്ന മറ്റൊരാൾ. പക്ഷേ എവിടേക്കെന്ന് ഇപ്പോഴും AK ഷാനിബ് തീരുമാനിച്ചിട്ടില്ല. CPMന്റെ പാർട്ടി ഓഫീസിലേക്ക് അദ്ദേഹം എത്തിയെങ്കിലും CPM അനുഭാവിയായി തുടരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും നിശ്ചയമല്ല. DYFI നേതാക്കൾക്കൊപ്പം AK ഷാനിബ് സജീവമായിരുന്നു താനും. മറ്റൊന്ന് KA സുരേഷാണ്. കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്നു. പാലക്കാട്ടെ ദളിത് കോൺഗ്രസ് നേതാവാണ് ഈ KA സുരേഷ്. കോൺഗ്രസ് വിട്ട് CPMലേക്ക് എത്തുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ചെറുതല്ലാത്ത വിധം കോൺഗ്രസിനെ ഒന്ന് ഉലച്ചിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടുകൂറ്റൻ വിജയത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ കൂടുമാറ്റത്തിന് വലിയ പ്രാധാന്യം ലഭിക്കാതെ പോയി. തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു പാർട്ടി വിട്ടു. പക്ഷേ ഇതുവരെ മറ്റൊരു പാർട്ടിയിലേക്കും പോകുന്നു എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. എല്ലാ പാർട്ടികളും K മധുവിന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുമായി മധു ചർച്ചയും നടത്തിയിട്ടുണ്ട്. ഇന്നലെ ആലപ്പുഴയിൽ കണ്ട കാഴ്ച മുൻ CPMന്റെ നേതാവ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു, CPM നേതാവായ ബിപിൻ സി ബാബു BJPയിൽ ചേരുന്നതായിരുന്നു നമ്മൾ കണ്ട കാഴ്ച. അതിനെ CPM പ്രതിരോധിക്കുന്നത് ബിപിൻ സി ബാബുവിനെതിരെ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം അകന്നു നിൽക്കുകയായിരുന്നു. ഇപ്പോഴദ്ദേഹം BJPയിൽ പോയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നതാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. ഇനി ഏറ്റവും ഒടുവിൽ ഈ ചിത്രം നമുക്ക് കാണിക്കാൻ പോലും കഴിയില്ല. കാര്യം K സുധാകരന്റെ പേരിൽ അങ്ങനൊരു രാഷ്ട്രീയ രാഷ്ട്രീയ കൂടുമാറ്റമോ സംശയിക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാണ് G സുധാകരന്റെ പേരിൽ. കാര്യം G സുധാകരനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പുറത്ത് അതൃപ്തി പരസ്യമാക്കി അല്ലെങ്കിൽ അതൃപ്തിയുണ്ട് എന്നതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബം വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്ന് കരുതുക വയ്യ. പക്ഷേ KC വേണുഗോപാലിന്റെ സന്ദർശനവും ഇന്ന് ചന്ദ്രിക പത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം സംബന്ധിച്ചതുമൊക്കെ വലിയ വാർത്താ തലക്കെട്ടായി മാറി. ഒടുവിൽ ചന്ദ്രിക പത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് G സുധാകരൻ പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. KC വേണുഗോപാലുമായി G സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ച തികച്ചും സൗഹാർദ്ദപരം എന്നാണ് ഇരു നേതാക്കളും വിശേഷിപ്പിക്കുകയും ചെയ്തത്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും തൊട്ടുമുമ്പുമായി കേരളത്തിൽ നടന്ന ഈ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ, സൂചിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. കൂടുമാറ്റത്തിന്റെ ഒരു കാലമാണോ ഇത് എന്നാണ് ചോദ്യം. നമുക്കൊപ്പം അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകൻ ബഷീർ വള്ളിക്കുന്നുണ്ട്. ഒപ്പം JR പത്മകുമാറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ JR പത്മകുമാറിലേക്ക് പോകുന്നു. JR പത്മകുമാർ, വെരി ഗുഡ് ഈവനിങ്. ബഷീർ വള്ളിക്കുന്ന്, വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. അപ്പോൾ JR പത്മകുമാർ, ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ വലിയ രാഷ്ട്രീയ കൂടുമാറ്റങ്ങളെ എങ്ങനെയാണ് JR പത്മകുമാറിനെ പോലുള്ളൊരു മുതിർന്ന നേതാവ് കാണുന്നത്? ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജയറാം രമേശ് നടത്തിയ ഒരു ട്വീറ്റ് വായിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 40 വർഷമായി BJPയിൽ തുടരുന്ന നേതാവിനെയാണ് താൻ കൂടുതൽ ബഹുമാനിക്കുക, അതല്ലാതെ കോൺഗ്രസ് വിട്ട് 10 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ട് BJPയിലേക്ക് പോകുന്നൊരു മുതിർന്ന നേതാവിനേക്കാൾ എന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. താങ്കൾ ഏറെക്കാലമായി BJPയിലാണ്. താങ്കൾക്ക് അങ്ങനെ രാഷ്ട്രീയ കൂടുമാറ്റത്തിനൊന്നും തോന്നിയിട്ടില്ലേ ഒരു ഘട്ടത്തിലും? ഒരിക്കലും അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത്. ആ ഐഡിയോളജിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊതുവിൽ കണ്ടുവരുന്നൊരു കാഴ്ച, ഈ ഐഡിയോളജിയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഈ മാറ്റം സമൂഹത്തിൽ നേരത്തെ തന്നെ ഉണ്ട്. ആളുകൾ എല്ലാ പാർട്ടികളും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ സമൂഹത്തിൽ പൊതുവായ ഒരു കാഴ്ച നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു കാഴ്ച, ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന അതേ ആളുകൾ തന്നെ അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അടുത്തൊരു പൊതു തെരഞ്ഞെടുപ്പോ വരുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവർ പറയും രാഷ്ട്രീയ ഒഴുക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ
നമ്മുടെ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ അതിനെ വഴിതിരിച്ച് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ നേതാക്കന്മാരും. സ്വാഭാവികമായിട്ടും നേതാക്കന്മാർ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഈ നേതാക്കന്മാരിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമ്മളൊക്കെ ചില രാഷ്ട്രീയ ഈ ബിബിനെ ആലപ്പുഴയിലുള്ള കായംകുളത്തുള്ള ബിബിനെ പാർട്ടിയിലേക്ക് എടുത്തു. ബിബിനാണെങ്കിൽ CPM-ൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയുമാണ്. അപ്പോൾ അന്ന് ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയെ BJP ചുമക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി പാർട്ടിക്ക് ധാർമ്മികമായി ഏറ്റെടുക്കേണ്ടി വരുമോ? പക്ഷേ അതൊരു പാർട്ടിയുടെ ഒരു ആക്രമണത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണോ? അങ്ങനെയല്ല. അത് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതി ഉണ്ട്. അവരെ മോശമായിരുന്നു, ആ ആള് ഇപ്പോൾ എടുത്ത നിലപാട് തിരുത്തിയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പോൾ എല്ലാം പഴയ രീതിയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാടുമുണ്ട്. അതല്ല, ആ രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്ന ആ രീതിയാണ്. കേരളത്തിലെ ഈ തത്വാധിഷ്ഠിതമായി അല്ലെങ്കിൽ സൈദ്ധാന്തികമായി ഉറച്ച നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും വളരെ കാലങ്ങളിൽ ആ നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ വരുമ്പോൾ പഴയ നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു അല്ലെങ്കിൽ കർക്കശമായ നിലപാടുകൾ വിട്ടിട്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. രണ്ട് വിഷയത്തിൽ ഒരേ രീതിയിൽ സമാന രീതിയിലുള്ള രണ്ട് വിഷയത്തിൽ ഒരേ നിലപാടെടുക്കുന്നതിന് പകരം പ്രത്യേക താല്പര്യങ്ങൾ വെച്ചുകൊണ്ടോ ജാതിയോ മതമോ അധികാരമോ ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് വ്യത്യസ്തമായ നിലപാട് ഒരേ സ്വഭാവമുള്ള വിഷയത്തിൽ പോലും എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിനൊക്കെ താത്വികമായ ഒരു പരിവേഷം കൊടുത്ത് ആരെങ്കിലും പുറത്ത് നിർത്താനോ അകത്ത് നിർത്തുന്നതിനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ലഘൂകരിച്ച് കണ്ട് അവർ തത്വദീക്ഷ ഇല്ലാത്ത ഒരു നിലപാടിനെ ന്യായീകരിക്കുന്നത് കാണാം. അതിൽ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിലെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? BJP സംസ്ഥാന നേതൃത്വത്തെ കുറിച്ചാണോ? ഞാൻ BJPയെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, BJPയെ കുറിച്ചല്ല പറഞ്ഞത്. പൊതുവെ നമ്മൾ സംസാരിച്ചത് കേരളത്തിലെ ഇപ്പൊ നടന്നു വരുന്ന ഒരു രീതിയെ കുറിച്ചാണ്. ആ രീതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നിലപാടിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരും വരുന്നു. അതിൽ BJPയിലേക്കും ആൾ വരുന്നു, മറ്റേ കോൺഗ്രസിലേക്ക് ആൾ വരുന്നു, CPM-ലേക്ക് ആൾ വരുന്നു. സ്വാഭാവികം തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങൾ മാത്രം ഇങ്ങനെയൊന്നും ഒരു നിലപാടെടുക്കില്ല, മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും നിലപാടെടുത്തോട്ടു എന്ന് പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നിലപാടിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ മാറ്റത്തിന് അനുസൃതമായിട്ടാണ്. ഏതെങ്കിലും ഒരാളാൽ ചെയ്തത് ശരി, പ്രതിഫലിക്കുന്നത് ചാഞ്ചാട്ട വോട്ടുകളാകാമെങ്കിൽ നേതാക്കൾക്കും അങ്ങനെ ചാഞ്ചാടി വരാം. അങ്ങനെ ചാഞ്ചാടി വരുന്നവരെ ഉൾക്കൊള്ളുക പാർട്ടി നയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ OK വാസുവിനെ കണ്ണൂരിൽ പാനൂരിലെ ഏരിയ കമ്മിറ്റി അംഗമായി ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ താങ്കൾക്ക് ഒരുപാട് പരിചയമുള്ള ആളാണല്ലോ OK വാസു. പക്ഷേ OK വാസു ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് ക്യാമ്പിലേക്ക് വരുന്നത്. അതേപോലെ ഇപ്പോൾ G സുധാകരൻ്റെ കാര്യത്തിൽ അതൃപ്തിയുള്ളവർക്ക് വരാം എന്ന ഒരു വാതിൽ തുറന്നിടുമ്പോൾ ഇത്രയും കാലത്തെ കമ്മ്യൂണിസ്റ്റ് ബാന്ധവം ഒക്കെ ഉപേക്ഷിച്ച് G സുധാകരൻ ഈ സംഘപരിവാർ ക്യാമ്പിലേക്ക് വരുമെന്നൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നത് കടന്ന കൈയല്ലേ ശ്രീ JR പത്മകുമാർ? അങ്ങനെയല്ല. ഞാൻ ഈ നിലപാടുകൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അപ്പോഴത്തെ സാഹചര്യത്തെ അനുസരിച്ച് വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകാം. ചിലപ്പോൾ ഞാൻ പിന്തുടർന്ന് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവം ഉണ്ടാകാം, അവഗണിക്കുന്നു എന്നുള്ളൊരു പ്രതികാര മനോഭാവം ഉണ്ടാകാം. അത് അത്തരം സാഹചര്യങ്ങൾ ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളായിരിക്കാം ഒരു പക്ഷേ ഒരു തീരുമാനമെടുക്കുന്നത്. നിങ്ങൾ OK വാസുവിനെ കുറിച്ച് പറഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി എടുത്തൊരു നിലപാടാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അദ്ദേഹത്തിന് അപ്പം തോന്നിയ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നിലപാടുകളോ ആയിരിക്കാം അന്നൊരു നിലപാടെടുത്ത്. ആ 10 വർഷം കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ തെരഞ്ഞെടുത്തെന്നോ അദ്ദേഹത്തെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവന്നെന്നോ പുറത്താക്കിയെന്നോളം BJPയെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അങ്ങനെ
അതിനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാറില്ല. പുതിയ പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക, പുതിയ പുതിയ ആളുകളെ സംഘടനയിലേക്ക് കൊണ്ടുവരിക, സംഘടനയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആരും അനിവാര്യമല്ല. ഇപ്പുറത്തേക്ക് കൊണ്ടുവരണോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എനിക്കൊന്ന് ബഷീർ വള്ളിക്കുന്നും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദീപ് വാര്യർ ഒരു ദിവസം ഇറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് ആ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു. മറ്റൊരാൾ സരിൻ ഇറങ്ങി വന്ന് പറയുകയാണ്, ഏകാധിപത്യത്തിനെതിരെ പൊരുതാൻ വേണ്ടി ഞാൻ ഇതാ ഇടതുപക്ഷക്കാരനാവുന്നു. മറ്റൊരു ദിവസം ബിപിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇറങ്ങി വന്ന് വർഗ്ഗസമരം ഉപേക്ഷിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തെ ആശ്ലേഷിക്കുന്നു. ഇതൊക്കെ ഈ കാഴ്ചകൾ കാണുമ്പോൾ ശ്രീ ബഷീർ വള്ളിക്കുന്ന് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇവയ്ക്കൊക്കെ കിട്ടുന്ന അമിതമായ പ്രാധാന്യം യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാമ്പിനെ ചോർത്തി കളയുന്നുണ്ടോ ശ്രീ ബഷീർ വള്ളിക്കുന്ന്? തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാമ്പിനെ ചോർത്തി കളയുന്ന കൂടുമാറ്റങ്ങളാണ് കേരളത്തിൽ ഇപ്പോ കുറച്ചു കാലമായി വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ നമ്മുടെ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ കൂടുതൽ ആളുകൾ പല പാർട്ടികളിൽ നിന്നും നേരെ എതിർദിശയിലുള്ള ആശയപരമായി നേരെ എതിർദിശയിലുള്ള ചേരികളിലേക്കൊക്കെ മാറുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കൂടുമാറ്റങ്ങൾ കേരളത്തിൽ ഇപ്പോ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു, അതുപോലെ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ആളുകൾ അവരുടെ രാഷ്ട്രീയ ആദർശങ്ങളെയൊക്കെ മാറ്റിയിട്ട് കടന്നു പോകുന്ന ഒരു വസ്തുത നമ്മൾ ഇവിടെ കാണുന്നു. രാഷ്ട്രീയം നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം, അത് ഓപ്പർച്യൂണിസ്റ്റുകളുടെ ഒരു കളിയാണ്, സാധ്യതകളുടെ ഒരു കലയാണ് രാഷ്ട്രീയം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ആ സാധ്യതകളുടെ കല രാഷ്ട്രീയത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇപ്പൊ വ്യക്തിപരമായി നമ്മളൊക്കെ ഓപ്പർച്യൂണിസ്റ്റുകളാണ്. ഇപ്പൊ ഞാനും അരുണും എല്ലാവരും ഒരു അർത്ഥത്തിൽ ഓപ്പർച്യൂണിസ്റ്റുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ സാധ്യതകളെ കാണുമ്പോൾ നമ്മൾ ആ സാധ്യതകൾക്കനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകും. പക്ഷെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ആളുകളിലോ മാത്രമാണ് സ്വാധീനം ചെലുത്തുക. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇത്തരം ഓപ്പർച്യൂണിസ്റ്റുകളാകുമ്പോൾ ഈ രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. അദ്ദേഹം പതിറ്റാണ്ടുകളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസം ആർജിച്ച് ഒരു പക്ഷത്ത് നിന്ന് ആ പക്ഷത്തിന് വേണ്ടി ശബ്ദിച്ച് ആ ആശയത്തോടൊപ്പം ഒന്ന് വളർന്നു വരുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് മനുഷ്യരുടെ ആശയങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് അയാൾ രാഷ്ട്രീയ നേതാവാകുന്നത്. പക്ഷെ അയാൾ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പേരിൽ സുപ്രഭാതത്തിൽ മറ്റൊരു കക്ഷിയിലേക്ക് പോകുമ്പോൾ അവിടെ തകർന്നടിയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. 10,000-കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ അവർ നെഞ്ചേറ്റിയ ഒരു ആദർശത്തിന്റെ ഭാഗമായ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അയാൾ നമ്മുടെ പക്ഷത്തില്ല മറ്റൊരു പാർട്ടിയിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ രാഷ്ട്രീയ ബോധത്തിന് തന്നെ അടിസ്ഥാന രാഷ്ട്രീയ ബോധത്തിന് തന്നെ വലിയ ഇവരിൽ പലരും BJP-യിലേക്ക് പോകുമ്പോൾ ഒരു ടാഗ് ലൈൻ ഉണ്ടാവും, BJP-യിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർ അതിനൊരു കാരണമായിട്ടൊരു ടാഗ് ലൈൻ പ്രയോഗിക്കും. അപ്പോൾ BJP-യിലേക്ക് പോകുകയാണെങ്കിൽ ഒരൊറ്റ ടാഗ് ലൈനാണ് പത്മജ വേണുഗോപാൽ മുതൽ ഏറ്റവും ഒടുവിൽ പോയ ബിപിൻ വരെയുള്ളത്. അത് മോദിയുടെ ആരാധകനായി മാറി എന്നാണ് ഒരു സുപ്രഭാതത്തിൽ പറയുക. ഇന്നലെ വരെ മോദിയെക്കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യരാണ് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ, പാർട്ടി ആരോപണം നേരിട്ടതിൻ്റെ പേരിൽ മോദി ആരാധകനായി മാറുന്ന കാഴ്ചയുള്ളത്. ഇനി BJP പാർട്ടി വിട്ടുവന്നാലോ പറയാൻ പോകുന്നത് വെറുപ്പിൻ്റെ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ രണ്ട് ടാഗ് ലൈനുകളാണ് ഇവരെ ബന്ധിപ്പിച്ച് നിർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ടാഗ് ലൈനുകളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇവരുടെ താല്പര്യം മറ്റെന്തോ അല്ലേ ബഷീർ വള്ളിക്കുന്ന്? തീർച്ചയായും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത്തരം ടാഗ് ലൈനുകൾക്ക് അതിലടങ്ങിയിട്ടുള്ള ആശയ പിൻബലത്തെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുക. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ രണ്ട് ചേരികളെ പ്രധാനമായും ഉള്ളൂ. ഒന്ന് മതേതര പക്ഷം, മറ്റൊന്ന് മതപക്ഷം, മതധ്രുവീകരണ പക്ഷം. ഈ രണ്ട് ചേരികളാണ് ആത്യന്തികമായി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്. അതിപ്പോ ഇടതാകട്ടെ, ഇപ്പൊ കേരളത്തിലേക്ക് വന്നാൽ തന്നെ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ആത്യന്തികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു പക്ഷം തന്നെയാണ്. ആശയപരമായി പണ്ട് കാലത്തൊക്കെ അടിസ്ഥാനവർഗ രാഷ്ട്രീയം പറഞ്ഞ ഇടതുപക്ഷത്തിനും അതുപോലെ മതേതര രാഷ്ട്രീയത്തിന്റെ ഒരു പതിറ്റാണ്ടുകളുടെ പിന്മുറ അവകാശപ്പെടുന്ന കോൺഗ്രസിനും തമ്മിൽ അടിസ്ഥാനപരമായ ആശയതലത്തിൽ ചില വ്യതിരിക്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് വന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഇടതുപക്ഷവും ഏതാണ്ട് കോൺഗ്രസ് അടക്കമുള്ള ഇടത് വലത് മുന്നണികൾ ഏതാണ്ട് ഒരേ ട്രാക്കിലൂടെ പോവുകയാണ്. അതൊരു മതനിരപേക്ഷ പക്ഷമാണ്. അപ്പൊ ഈ ഒരു പക്ഷത്തു നിന്ന് മറ്റൊരു പക്ഷത്തേക്ക് കൂടുമാറുമ്പോൾ വലിയ തരത്തിലുള്ള ആ ഒരു ആശയ വ്യതിചലനം ഇന്ന് സംഭവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മത ധ്രുവീകരണ പക്ഷത്തു നിന്ന്, ഒരു വിദ്വേഷത്തിന്റെ പക്ഷത്തു നിന്ന് ഒരു മതേതര പക്ഷത്തേക്ക് വരുമ്പോൾ അതിലൊരു ചെറിയ മാറ്റമുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ട മാറ്റം ഒരു മതധ്രുവീകരണത്തിന്റെ, ഒരു മതവിദ്വേഷത്തിന്റെ, ഇപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ തന്നെ ഈ വെറുപ്പിന്റെ ചന്തയിൽ നിന്ന് അദ്ദേഹം സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമ്പോൾ അതിലൊരു മാനവികതയുടെ മാറ്റമുണ്ട്. ആ മാറ്റത്തെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ മാറ്റം ഒരു പോസിറ്റീവ് മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിലൊരു സാമൂഹികതയുടെ, ഒരു മാനവികത. അവിടെ ഒരു സംശയമുള്ളത് ശ്രീ ബഷീർ വള്ളിക്കുന്ന്, ഈ പാലക്കാട് നടന്ന കൺവെൻഷനിൽ ആദ്യത്തെ ഒരു സീറ്റ് കസേര കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ സ്നേഹത്തിന്റെ കടയിൽ പുള്ളി വരുമായിരുന്നു. അത് സത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു പാർട്ടി മാറാനൊക്കെ വ്യക്തിപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. ആ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ലോങ് റണ്ണിൽ അയാളുടെ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ കൂടുതൽ അതിന് സാമൂഹ്യ പ്രസക്തിയുള്ള കാരണങ്ങളിലേക്ക് അത് മാറുകയാണ് സത്യത്തിൽ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ പണ്ട് പറഞ്ഞല്ലോ, ഈ വെറുത്ത് അവസാനം കുട്ടിശങ്കരനോട് എനിക്ക് പ്രണയമായി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു പക്ഷത്തുനിന്ന് മറ്റൊരു പക്ഷത്തേക്ക് മാറി അത്തരം ആളുകളുമായി കൂട്ടുകൂടി. ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും പാളയത്തിലായിരുന്നു. ആ പാളയത്തിൽ നിന്ന് അദ്ദേഹം വന്നപ്പോ മനസ്സിനാകെ ഒരു ആശ്വാസം, ഒരു വിശാലത, കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിന്റെ ആ സൗഹൃദത്തിന്റെ ഒക്കെ ഒരു മാനവികത, അങ്ങനെ ഒരു വിദ്വേഷത്തിന്റെ പക്ഷത്തു നിന്ന് ഒരാൾ മെല്ലെ എന്ത് കാരണങ്ങൾ കൊണ്ടാകട്ടെ, അയാൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാകട്ടെ, അയാൾ മാറിയ ഒരു പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത്തരം ആളുകളുടെ കൂട്ടുകെട്ട്, ആ സഹവാസം, ആ ചിന്താരീതി, അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റം സത്യത്തിൽ സന്ദീപ് വാര്യരിൽ ഇപ്പൊ ഉണ്ട്. അതൊരു നല്ല ആർഗ്യുമെന്റ് ആണ് ശ്രീ ബഷീർ. ഞാൻ ശ്രീ ജെ ആർ പത്മകുമാറിലേക്ക്, ശ്രീ പത്മകുമാർ, അങ്ങനെ ഈ വിദ്വേഷത്തിന്റെ കടയിൽ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്നതിന് പകരം സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന് നല്ല ചൂട് ചായ കുടിച്ചൂടെ ശ്രീ ജെ ആർ പത്മകുമാർ, സന്ദീപ് വാര്യർ ചെയ്തപോലെ? എന്നോടാ ചോദിക്കുന്നത്. താങ്കൾ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന് ഒരു ഭയങ്കര മതേതരത്വമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കോൺഗ്രസിലേക്ക് ആരെങ്കിലും BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചെന്നാൽ വളരെ വലിയ രീതിയിൽ മതേതരത്വം പൂത്തലയും എന്നുള്ള കാര്യം. ഈ മതേതരത്വം പൂത്തലയുന്ന കോൺഗ്രസ് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വർഗീയ ലഹളകളും ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ ഒരു വിഭാഗത്തെ ആട്ടി ഓടിപ്പിച്ചത്. കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ സ്ഥിതി അറിയാമല്ലോ. അപ്പൊ ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ ഒരു മത ചിന്താഗതിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വർഗീയ ചിന്താഗതിയുണ്ട്, ആന്റി BJP വ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനായിരുന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് BJP വിട്ട് വന്നതോടെ മതേതരത്വമായി. മതേതരത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഒരു പഴമൊഴിയുണ്ട്, അമ്മയും നീക്കി മോളും നീക്കി അവസാനം നാഴിയുടെ മൂട് തേഞ്ഞെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് ഇപ്പോൾ മതേതരത്വത്തിനുള്ളത്. ഈ പറയുന്ന ആളുകളെല്ലാം ഒരു സ്പെസിഫിക് ഇഷ്യൂ നിങ്ങളോട് പരിശോധിച്ച് നോക്കൂ. ഗാസയിലെ പ്രശ്നം വരുമ്പോൾ ഭയങ്കര മതേതരത്വം ആളുകളാണ്. ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ അത് പറയും, നമ്മൾ അവിടെ മാനുഷികമായ പ്രശ്നങ്ങൾ ഇടപെടണമെന്ന് പറയും. ബംഗ്ലാദേശിന്റെ പ്രശ്നം വരുമ്പോഴോ അപ്പോൾ പറയും അതല്ലല്ലോ, അവിടെ വേറെ രാജ്യമാണ്, അങ്ങനെ ഇടപെടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കണ്ടതുകൊണ്ടാണ് ജനങ്ങൾ അവർ തന്നെ സ്വയം തീരുമാനമെടുത്തിട്ട് ഏതാണ് മതേതരത്വം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന കക്ഷികൾ എന്ന് ചിന്തിച്ച് അവർക്ക് അനുകൂലമായി പോകുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരെ ഉദ്ദേശിച്ചല്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, സമൂഹത്തിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ ഇപ്പൊ സന്ദീപ് വാര്യർ പോലെ ശരിയാണെങ്കിൽ സരിൻ പോയതും ശരിയായിരിക്കും. നമ്മുടെ ആലപ്പുഴയിലെ CPM-ൽ നിന്ന് BJP-ക്ക് ഒന്നും ശരിയായിരിക്കും. ഒന്ന് ശരിയും ഒന്ന് തെറ്റും എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഒരിക്കലും വെക്കില്ല. അത് പക്ഷപാതപരമായ രാഷ്ട്രീയമാണ്. ചോദ്യം, യഥാർത്ഥത്തിൽ BJP-ക്ക് ഇത്ര അധികാരം കേന്ദ്രത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഇത്ര വലിയ ഒഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കൂടുമാറ്റത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കാന്തിക ശക്തി പോലെ നിൽക്കുന്ന അധികാരമല്ലേ? അല്ല, ഞാൻ നേരെ തിരിച്ചു ചോദിച്ചോട്ടെ അരുണ, ഒരു ചെറിയൊരു ചോദ്യം. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കടയും കൊണ്ട് നടക്കുന്ന ആളുകൾ രണ്ടായി നിന്ന് മത്സരിക്കുന്നത്? എന്തുകൊണ്ടാ? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി കേരളത്തിൽ ശക്തമായി ഒന്നാമത്തെ കക്ഷിയായിട്ട് വന്നിരുന്നുവെങ്കിൽ ഈ രണ്ടുപേരും ഈ പറയുന്നവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇപ്പൊ രണ്ട് കടയുമായിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം നമ്മൾ രണ്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തിയായി വരുമ്പോൾ അതിനെ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. 80 വരെയുള്ള രാഷ്ട്രീയം എന്തായിരുന്നു, 80 വരെയുള്ള രാഷ്ട്രീയം എന്തായിരുന്നു? കോൺഗ്രസ് ഒരു സൈഡിലും കോൺഗ്രസ് വിരുദ്ധ ആളുകളെല്ലാം കൂടി ഒരു സൈഡിലും നിന്നുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന് EMS പറഞ്ഞില്ലേ? കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ചെകുത്താന്റെ കൂടെയും ഞങ്ങൾ കൂട്ടുകൂടും എന്ന് പറഞ്ഞൊരു കാലഘട്ടമില്ലേ?
കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സാഹചര്യം അറിയല്ലോ. അന്ന് CPI കോൺഗ്രസിന് പോയപ്പോൾ എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല, ചേലാട്ട് അച്ചു പണ്ടേ അല്ല, വയ്യട ചെറ്റേ ചെങ്കൊടി താഴെ പൊക്കട ചെറ്റേ ഭൂവന്റെ കൊടി എന്ന് വിളിച്ച ആളുകളാണ് ഇന്ന് കോൺഗ്രസിന് വളരെ ആവേശത്തിൽ താകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായി വരുമ്പോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടും. അത് നയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അധികാരത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക്. പ്രശ്നം ഈ രാഷ്ട്രീയ കൂടുമാറ്റത്തിന്റെ കഥയിൽ അധികാരം എന്ന് പറയുന്ന ഒരു കാന്തിക ശക്തിയെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് സന്ദീപ് വാര്യരാണെങ്കിലും ശരി, സലിനാണെങ്കിലും ശരി, ഏറ്റവും ഒടുവിൽ ബിപിൻ ആണെങ്കിലും ശരി, ഇനി മധു മുല്ലശ്ശേരി മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി അവിടെ നിന്ന് ഇറങ്ങി ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യമാണെങ്കിലും ശരി. പക്ഷെ അപ്പോഴും സുധാകരനെ KC വേണുഗോപാൽ കാണാൻ പോയത് എന്തിനായിരിക്കും? സൗഹൃദ സന്ദർശനം എന്നാണ് പറയുക. അതുപോലും വാർത്തയാക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നാണ്. ബഷീർ വള്ളിക്കുന്ന് രാഷ്ട്രീയ നിരീക്ഷകനാണ്. നമുക്ക് ബഷീർ വള്ളിക്കുന്ന് JR പത്മകുമാർ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് ചുരുങ്ങിയ വാക്കുകൾ മറുപടി കൊടുക്കാം. അത് കൊടുക്കുന്നതിനോടൊപ്പം എൻ്റെ ചോദ്യം, ഈ സുധാകരനെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ KC വേണുഗോപാൽ വീട്ടിൽ പോയി കണ്ടതുപോലും ഈ കൂടുമാറ്റക്കാലത്തൊരു വാർത്തയാക്കേണ്ടി വരുന്ന ഗതികളിലാണല്ലോ നമ്മൾ. പലപ്പോഴും പല സംശയങ്ങളുണ്ടാകുന്നു. ഒടുവിൽ രണ്ടുപേരും വന്ന് പറഞ്ഞു അതൊരു സൗഹൃദ സന്ദർശനമാണ് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും KPCC അതിനകത്തൊരു വാതിൽ തുറന്നിടുന്നുണ്ട്. അതൃപ്തിയുള്ളവർക്കൊക്കെ കടന്നു വരാം എന്നുള്ളതാണ്. അത് തന്നെയാണ് BJP അധ്യക്ഷനും പറയുന്നത്. അതൃപ്തിയുള്ളവർക്ക് കടന്നു വരാൻ പറ്റിയ സ്ഥാനമാണോ ഈ പാർട്ടി ഓഫീസുകൾ എന്നൊരു വലിയ ചോദ്യം അവശേഷിപ്പിക്കുന്നില്ലേ ശ്രീ ബഷീർ വള്ളിക്കുന്ന്? അതൃപ്തിയുള്ളവർ അതുപോലെ അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചിലപ്പോൾ, ഞാൻ ഈ നിരപേക്ഷ പക്ഷത്ത് തന്നെ നിൽക്കുന്ന ആളുകൾ മാറി വരും. സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് കേരളക്കരയുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, പാരമ്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. പത്മകുമാർ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞു ഈ BJPയുടെ പക്ഷത്ത് നിന്ന് പോകുമ്പോൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഒരു നിലപാട്, കോൺഗ്രസ് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നിലപാട്, അതുപോലെ ഗാസയിൽ ഒരു നിലപാട്, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം പീഡിപ്പിക്കുമ്പോൾ മറ്റൊരു നിലപാട്. സത്യത്തിൽ അദ്ദേഹം കാര്യങ്ങളെ ആ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടല്ല സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു. ലോകത്തെവിടെയും പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരോടും ഇരകളോടും ഒപ്പം നിൽക്കുക എന്നതാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എക്കാലവും മതതീവ്രവാദത്തിനും അതാര് നടത്തുന്നതാകട്ടെ. എന്റെ ബ്ലോഗിംഗ് തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ രൂക്ഷമായി എഴുതിയിട്ടുള്ളത് ഇസ്ലാമിക മത തീവ്രവാദികളെ കുറിച്ചും അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ചുമാണ്. പ്രത്യേകിച്ച് ISIS ഒക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് എഴുതിയ ഒരാളാണ് ഞാൻ. അപ്പൊ ബംഗ്ലാദേശിലാകട്ടെ പാകിസ്ഥാനിലാകട്ടെ അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ശക്തമായി സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പത്മകുമാർ എല്ലാ ആളുകളെയും ഒരേ രൂപത്തിൽ കാണരുത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. പീഡിതരും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന മനുഷ്യരും എവിടെയായിരുന്നാലും അത് രാഷ്ട്രീയം നോക്കാതെ അത്തരം മനുഷ്യദ്രോഹ നടപടികൾക്കെതിരെ പ്രതികരിക്കാനുള്ള മാനവികത നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ശ്രീ പത്മകുമാരും അത്തരം ഒരു മാനവികത വളർത്തിക്കൊണ്ടുവരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഈ 2-3 ആളുകളുടെ ഈ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഈ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾക്കൊക്കെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് കൂടുതലായി മുഴച്ചു നിൽക്കുന്നത് എന്നത് സത്യമാണ്. പക്ഷെ പത്മകുമാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഇപ്പൊ ഈ കൂടുമാറ്റങ്ങളുടെ ഒരു ഭൂതത്തെ ഒരു പണ്ടോറയുടെ പെട്ടി എന്ന് പറഞ്ഞ പോലെ തുറന്നു വിട്ടത് സത്യത്തിൽ ഈ BJP പക്ഷമല്ലേ? കോടിക്കണക്കിന് രൂപ കൊടുത്ത് MLA-മാരെ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം ചാക്കിട്ട് പിടിക്കുകയാണ്. ED അയച്ച് CBI അയച്ച ആളുകളെ കേസുകളിൽ കുടുക്കി പാർട്ടി മാറ്റുകയാണ്. ഈ ഒരു പാരമ്പര്യം ഇന്ത്യയിലെ BJPയുടെ രാഷ്ട്രീയ ഈ ശക്തി അവരുടെ രാഷ്ട്രീയ ശക്തി വന്നു തുടങ്ങിയ ശേഷമല്ലേ, ഈ 2014 ശേഷമല്ലേ ഇത്തരം കൂടുമാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെ ഒരു വലിയ ബസ്സിലാക്കിയിട്ട് റിസോർട്ടിൽ കൊണ്ടുപോയി അവിടെ കുറ്റിയിടേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? കോടിക്കണക്കിന് രൂപയുമായി ചാക്ക് കെട്ടുമായി നടക്കുകയാണ് രാഷ്ട്രീയം. ശ്രീ JR പത്മകുമാർ അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അധികാരത്തിലിരിക്കുന്ന കക്ഷി അതിപ്പോ BJP ആയതുകൊണ്ട് BJP ED ഉപയോഗിക്കുന്നു, നേരത്തെ CBI ഉപയോഗിച്ചു. പക്ഷെ കേരളത്തിൽ EDയെ CBI ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ പോലും കോൺഗ്രസ് പക്ഷത്തു നിന്നോ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തു നിന്നോ ലീഗിന്റെ പക്ഷത്തു നിന്നോ BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒന്നുകിൽ കേരളത്തിലെ നേതാക്കന്മാരെല്ലാം ക്ലിയർ കട്ട് ഉള്ളവരാണ്, അതല്ലെങ്കിൽ കേരളത്തിൽ ഈ തന്ത്രം വില പോകുന്നില്ല. അല്ല,
അരുൺകുമാർ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആന്റി BJP വ്യൂ ഉള്ള ഒരാളിനെ അവർ പറയുന്നത് നമുക്ക് അത് ആ രീതി മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എപ്പോഴും കുറ്റം BJPയിലും അല്ലെങ്കിൽ BJP നിലപാടുകൾക്കും എതിർപ്പ് കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേ കഴിയൂ. കേരളത്തിൽ നിങ്ങൾ EDM ഒന്നും പോകണ്ട. കേരളത്തിൽ നമ്മുടെ TH ഹംസ എങ്ങനെയാണ് മാറിയത്? അവിടെ നമ്മുടെ സെൽവരാജ് മാറിയത് എങ്ങനെയാണ്? കേരളത്തിൽ എത്രയോ ആളുകൾ മറികട്ടം ചാടിയിട്ടുണ്ട്. എത്രയോ ഇപ്പം തന്നെ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളിലൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ED വന്നിട്ടാണോ? അപ്പം ഇതൊക്കെ വെറുതെ ചുമ്മാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP വിരോധത്തിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കും, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം, അതിന് മുമ്പേ ഉള്ള അതിനുശേഷമുള്ള ഭരണകാലം, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് ആളുകൾ ആരും മാറിയിട്ടില്ലേ? അപ്പൊ അതൊക്കെ കോൺഗ്രസിലേക്ക് മാറുമ്പോൾ അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വന്നു. BJPക്ക് വന്നാൽ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയും. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, അത് ഈ വലിയ മതേതര വ്യൂ ഉള്ള ആൾ പറഞ്ഞത്, ഈ സന്ദീപ് വാര്യർ വന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ, അദ്ദേഹത്തിന് ഇതിനകത്ത് സേഫ് അല്ലാത്തത് കൊണ്ട് ഇപ്പൊ മതേതരത്തിൽ ഇതിനെതിരായിട്ടുള്ള BJPയുടെ പ്രവർത്തനം കണ്ടൊക്കെ മനസ്സ് മടുത്ത് ഇനി നമുക്ക് സന്തോഷത്തിന്റെ കടയിലേക്ക് അങ്ങ് പോയതാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. എന്താണ് നടന്നതെന്നുള്ള അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിൽ ഓരോ സ്ഥലത്തും സരിനായി വന്നാലും ആര് വന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ അപ്പൊ അതൊന്നും അല്ല ഓരോരുത്തരെടുക്കുന്ന രാഷ്ട്രീയ തന്നെയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ. ആ പ്രസ്ഥാനത്തിൽ ജയറാം രമേശും പറയുന്നത് പോലെ അതൊരു വാഷിംഗ് മെഷീൻ എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. വലിയ കേസും കൂട്ടമായിട്ടൊക്കെ അവിടെ നിൽക്കുന്ന മുകുൾ റോയ്, അവിടെ നിൽക്കുന്ന പ്രഫുൽ പട്ടേൽ, അജിത് പവാർ, ഇവരെല്ലാം BJP പക്ഷത്തേക്ക് വരുമ്പോ പഠിപ്പിച്ച് വെളുപ്പിക്കുന്ന പോലെയാ. നിങ്ങളെ ഒന്നും വേണ്ട, 75-77 കാലഘട്ടത്തില് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കൂ. ഒരു അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിക്ക് എന്താണ് നൽകിയതെന്ന് പറയൂ. ജഡ്ജി വിധി പറയാറില്ലെങ്കിൽ നിന്ന ആളുകൾക്ക് എതിരായി വിധി വിട്ടുപോകേണ്ടി വന്ന കാര്യങ്ങൾ ഓർമ്മിക്കാത്ത ഒന്നാണ്. താങ്കൾ പറഞ്ഞതുപോലെ അക്ഷരം പ്രതി ശരിയാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, അതല്ല BJP വന്ന സമയത്താണ് ഇതെല്ലാം എന്ന് പ്രചരിപ്പിക്കുന്നത്. വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താല്പര്യം പൊതുവെ രണ്ട് അതിഥികളും സമ്മതിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം, അത് ബഷീർ വള്ളിക്കുന്നും JL പത്മകുമാറും സമ്മതിക്കുമായിരിക്കും. സുധാകരനെ പോലുള്ളൊരു നേതാവ് അത്ര പെട്ടെന്ന് അങ്ങനെ കൂടുമാറി വരാനുള്ള സാധ്യതയില്ല. ശരിയല്ലേ JL പത്മകുമാർ? ഞങ്ങളാരും നിങ്ങളെ മാധ്യമങ്ങളാണ് ഉണ്ടാക്കുന്നത്, മാധ്യമങ്ങളാണല്ലോ പറയുന്നത്. ഇപ്പോ EP ജയരാജന്റെ അടുത്ത് BJPയുടെ അഖിലേന്ത്യാ നേതാവ് അദ്ദേഹത്തിനെ കാണാൻ പോയ ഉടനെ തന്നെ EP ജയരാജൻ BJPയിലേക്ക് വന്നത് പ്രചരിപ്പിച്ചില്ലേ? അല്ല, പക്ഷെ അവിടെ പോയത് പ്രധാനി പ്രകാശ് ജാവ്ദേക്കറാണ്. പോയത് EP-യുടെ മകന്റെ ആക്കുളത്തെ ഫ്ലാറ്റിലാണ്. അതിന് ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങൾ തന്നെയാണ്. LDF കൺവീനറിനെ കാണേണ്ട കാര്യം എന്താ പ്രകാശ് ജാവ്ദേക്കറിന്? ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ നേതാവിന് വേറൊരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ പാടില്ലയോ? അങ്ങനെയാണോ നമ്മുടെ രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടത്? പക്ഷെ അത് EP-യുടെ മകന്റെ വീട്ടിൽ ദല്ലാൽ നന്ദകുമാർ പോയി കണ്ടത് എന്തിനാണ് JL പത്മകുമാർ? എത്രയോ ഗസ്റ്റ് ഹൗസുകളിലും ഹോട്ടലുകളിലും കാണാം. പക്ഷെ ദല്ലാൽ നന്ദകുമാറുമായിട്ട് പോയി കാണേണ്ട കാര്യം എന്താ? അല്ല, അത് വേറെ കാര്യം. അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. അല്ലല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വാസ്തവമുള്ള കാര്യമാണ്. ശരിയാണ്. അത്തരം സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുകയും വേണം. അത്തരം സൗഹൃദങ്ങൾ ഉണ്ടാവുകയും വേണം. എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ ഇതെല്ലാം കാലുമാറാനാണ്, കൂറുമാറ്റാനുള്ള ശ്രമമാണ് എന്നുള്ളൊരു പ്രചരണം അത്രേ ഉള്ളൂ. മാധ്യമങ്ങളിലാണ്. താങ്ക് യു ശ്രീ JL പത്മകുമാർ. താങ്ക് യു ശ്രീ ബഷീർ വള്ളിക്കുന്ന്. അധികാരം എന്ന കാന്തിക ശക്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Debate with Dr. Arun Kumar.